ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ 3ാമത് കൺവെൻഷൻ 4ാം ദിവസം ബാസലിൽ വെച്ച് നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ചു. ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥനയിൽ വെച്ചു. ദൈവം പ്രവർത്തിച്ചു. അത് നടത്തുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് ഇടയാക്കി. ഹല്ലേലൂയ. ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം വന്നു കൂടിയിരിക്കുന്ന ഏവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. സമയം അധികം കടന്നുപോയല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ ജോർജ് ഷാമുവേൽ. അദ്ദേഹം നവജീവോദ്യം ബൈബിൾ കോളേജിന്റെ ഡയറക്ടറാണ്. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നുപോയപ്പോൾ തളരാതെ കർത്താവിന് വേണ്ടി നിലനിന്ന് ഏറ്റവും ശ്രേഷ്ഠദാസനായി ഇന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നാമത്തിൽ ബാസലിലെ ഞങ്ങളുടെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥികളായി വന്നിട്ടുള്ള LPC പാസ്റ്റർ സാം ജോൺ അവരുടെ യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പാസ്റ്റർ വരാനുണ്ടായിരുന്നു, പാസ്റ്റർ ജെയിംസ് കോശി. അദ്ദേഹം ഓൺ ദി വേ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നുകൂടിയിരിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യം നിവർത്തിക്കുന്നു. ഏത് ഒരു ശുശ്രൂഷയുടെയും ശക്തി എന്ന് പറയുന്നത് ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗം ചലിക്കുന്ന ആരാധനയായി തീരുമെന്ന് തിരുവചനത്തിലൂടെ നാം അറിയുന്നു. നാം അല്പസമയം ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. ആരാധനയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു സങ്കീർത്തനം വായിച്ച് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തനം വായിച്ച് വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് നാം ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോവുകയാണ്. സങ്കീർത്തന വായനയ്ക്കായിട്ട് പ്രിയ സുസ്മാമയെ ക്ഷണിക്കുന്നു. സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. Psalms 96. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവിൻ. യഹോവ വലിയവനും ഏറ്റവും ശക്തനുമാകുന്നു, സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്കവണ്ണം മഹത്വം കൊടുക്കുവിൻ, തിരുമുൽക്കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവിൻ. യഹോവ വാഴുന്നുവെന്ന് ജാതികളിൽ പറയുവിൻ, ഭൂലോകം വിളകാതെ ഉറച്ചു നിൽക്കും, ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടെ ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോൾ നാം ആരും ഇരിക്കുവാൻ ആഗ്രഹിക്കേണ്ട. നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം ഇരിക്കാം. മറ്റുള്ള എല്ലാവർക്കും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ആരാധിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ കൊയറ് ആരാധനയ്ക്ക് ബലം നൽകുവാൻ, ആരാധനയ്ക്ക് മുഖാന്തരമാകുവാൻ, നാം ഒന്നിച്ച് ആരാധിക്കുന്നതിന് വേണ്ടി
ഒരു പാട്ട് പാടുമ്പോൾ നാം ഒന്നിച്ച ദൈവത്തെ ആ കൊയറിനോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ, ആമേൻ. അവൻ രാജാതി രാജാവാണ്. സകല ജാതികളുമായുള്ളവരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. ആമേൻ, ആമേൻ. മഹത്വവും സ്തോത്രവും അവന് കൊടുപ്പീൻ. അവൻ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ കൈകളിൽ ഏറ്റെടുത്തിരിക്കുന്ന ദൈവം. ആമേൻ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആഴിയും ഊഴിയും പൂഴിയും ഉണ്ടാക്കി സകല അണ്ടഘടാകത്തെയും തന്റെ വായിലെ വാക്കിനാൽ നിർമ്മിച്ചപ്പോൾ ആമേൻ അവനെ ആരാധിക്കുവാൻ തന്റെ ജനത്തെ കരങ്ങൾ കൊണ്ടുണ്ടാക്കി മൂക്കിൽ കൂടെ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത് ആമേൻ എല്ലാം ഒരുക്കപ്പെട്ട തോട്ടത്തിനുള്ളിലാക്കി ആമേൻ ദിവസവും അവനെ സന്ദർശിക്കുവാനെത്തിയ ആമേൻ ശ്രേഷ്ഠനായ ദൈവം, കരുതുന്ന ദൈവം, തിരക്കുന്ന ദൈവം, ആമേൻ പാപങ്ങൾ ചെയ്യുമ്പോൾ കരുതൽ കൊടുക്കുന്ന ദൈവം, ആമേൻ പരിഹാരം കൊടുക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം സംരക്ഷകനായ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം പ്രൊവൈഡറായ ദൈവമാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം പ്രൊട്ടക്ടറായ ദൈവമാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ് അവൻ. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ കാൽച്ചുവട്ടിലേക്ക് ഇട്ടുകൊണ്ട് സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന വലിയവനായ ദൈവത്തെ, ആമേൻ, നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ ജനത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് ആർത്തിയോടെ വിളിച്ചു പറയുന്ന മൂപ്പന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് അവനെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഗായസംഘം ഒരു പാട്ട് പാടുമ്പോൾ ഒന്നിച്ച് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ
നമ്മുടെ വേദന മാറ്റുവാൻ കഴിയുന്ന നല്ല സ്നേഹിതൻ. ഹല്ലേലൂയ. അവനെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. പ്രൈസ് യു ലോർഡ്. താങ്ക് യു ജീസസ്. എല്ലാവരും ചേർന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ. രാജാവേ, നീ വലിയവനാ, നീ വലിയവനാ കർത്താവേ. നീ ഞങ്ങളുടെ പൊന്നു ദൈവമാണ്, നല്ല ദൈവമാണ്. ദോഷമൊന്നും ചെയ്യാത്തവൻ, അകൃത്യങ്ങളെ കണക്കിടാത്തവൻ. നീ എന്റെ പാലകൻ, നീ എന്റെ ആശ്വാസം, നീ എന്റെ മറവിടം, നീ എൻ ദൈവം, നീ എന്റെ പാലകനും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ മറവിടം, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവ്വവുമായി മണിയണിയാ. ഏലി പുരോഹിതന്റെ ഭവനത്തിൽ ശമൂവേൽ ബാലൻ യഹോവയുടെ ആലയത്തിന്റെ വിളക്കണയുന്നതിന് മുമ്പായി വിശ്രമിക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, യഹോവയായ ദൈവം ശമൂവേൽ ബാലനെ വിളിച്ചു. ശമൂവേലേ, ശമൂവേലേ. ആരാ വിളിക്കുന്നു എന്നറിയാതെ ശമൂവേൽ ഏലി പുരോഹിതന്റെ അരികിലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഏലി പുരോഹിതൻ പറഞ്ഞു, മോനെ, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടക്കുവാൻ പറഞ്ഞു. വീണ്ടും പോയി. യഹോവയുടെ ശബ്ദം പിന്നെയും ശമൂവേലിനെ തേടിയെത്തി. ശമൂവേലേ, ശമൂവേലേ. ശമൂവേൽ വീണ്ടും എഴുന്നേറ്റു. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഏലി പുരോഹിതന്റെ അരികിലേക്ക് പിന്നെയും പോയി. ഏലി പുരോഹിതന്റെ കാര്യം മനസ്സിലായി. ഇസ്രായേലിൽ ദൈവത്തിന്റെ പ്രവാചകനായി ശ്രേഷ്ഠനായ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബാലനായി ദൈവം അവനെ കണ്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഏലി പുരോഹിതൻ ശമൂവേൽ ബാലകനോട് ഇങ്ങനെ പറഞ്ഞു,
ഇനി ആ വിളി കേട്ടാൽ ഇങ്ങനെ പറയണം, അടിയനിതാ, അടിയനിതാ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യയെങ്കിൽ ഹല്ലേലൂയ, ഏലി പുരോഹിതന്റെ ഭവനത്തിൽ കേട്ട ശബ്ദം ഈ ഹോളിനുള്ളിൽ ഇന്ന് രാത്രി മുഴങ്ങാൻ പോവുകയാണ്. ദൈവം പേർ ചൊല്ലി വിളിക്കുകയാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ചില അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ചില പ്രവചനങ്ങളുടെ ശുശ്രൂഷയ്ക്കായി, ചില സൗഖ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ദൈവത്തിന്റെ കാര്യവിചാരകത്വത്തിന്റെ ശുശ്രൂഷയ്ക്കായി, അനേകരെ വിടുവിപ്പാൻ, ബന്ധനത്തിൽ നിന്ന് അഴിക്കുവാനുള്ള ശുശ്രൂഷയ്ക്കായി, അഭിഷേകത്തോടെ നിന്നെ നിർത്തുവാനുള്ള ശുശ്രൂഷയ്ക്കായി, അനുഗ്രഹത്തിന്റെ വക്താവായി തീർന്ന ശുശ്രൂഷയ്ക്കായി, കഷ്ടതയുടെ നടുവിലും പാടുവാനുള്ള ശുശ്രൂഷയ്ക്കായി, വേദനയോടെ ക്രൂശിനെ കൊണ്ടു നടക്കുന്ന ശുശ്രൂഷയ്ക്കായി ഈ സന്ധ്യയെങ്കിൽ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. പേർ ചൊല്ലി വിളിക്കുകയാണ്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക്. കർത്താവേ, എന്നെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ പുറകിലോട്ട് ഞാൻ നോക്കുന്നില്ല, എന്റെ വിദ്യ ഞാൻ നോക്കുന്നില്ല, എന്റെ സമ്പത്ത് ഞാൻ നോക്കുന്നില്ല, എന്റെ സൗന്ദര്യം ഞാൻ നോക്കുന്നില്ല. ഇന്ന് രാത്രി എനിക്കൊന്നേ പറയാനുള്ളൂ,
വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിലായിട്ട് നിന്നെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. പല ദൂരങ്ങളിലും പല പ്രദേശങ്ങളിലും ആരും നടിയങ്ങളെ ഈ വാസത്തിന്റെ പ്രദേശത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നിന്നാകുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കർത്താവേ. ഈ കടന്നു വന്ന ജനങ്ങളെ അവിടുത്തെ പാതവീഴ്ത്തക്കിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. വിടുതൽ പ്രാപിപ്പാൻ അനേകരുണ്ട് കർത്താവേ. ഇവിടെ ദൈവത്തിന്റെ അത്ഭുതമാരി അത്ഭുത കാറ്റ് കർത്താവേ ഈ വാസന്റെ പ്രദേശത്ത് ഈ ഹോളിനകത്ത് ഇപ്പോൾ നിറയുവാനുണ്ട് കർത്താവ്. ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ പ്രാപിക്കേണ്ട അനേകരുണ്ട് കർത്താവേ. അവരെയൊക്കെ കൃപാത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് ജീവിതം കൊടുത്ത ദൈവമാകുന്നു. നീ നന്മകളെ പ്രദാനം ചെയ്ത ദൈവമാകുന്നു. പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ എന്തായിരുന്നു ഏതായിരുന്നു വെറും പിഴച്ചിലും ചെടിയിലും കിടന്ന നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് കർത്താവേ, അവിടുത്തെ പുത്രന്റെ രക്തത്താൽ നീ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ ജനമാക്കി നീ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു. ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ രോഗങ്ങളെയും നീ കാൽവരിയിൽ കഴുകി ഞങ്ങൾക്ക് വേണ്ടി നീ മരിച്ച് അടക്കപ്പെട്ട് അവനോടുകൂടി നിന്നോടുകൂടി അടക്കപ്പെടുവാൻ കരകളെ അവിടുത്തെ യോഗ്യരാക്കിയത് ഓർത്തിനെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഈ സന്ധ്യ അവിടുത്തെ സന്ധ്യയായിട്ട് മാറ്റണം കർത്താവേ. അനുഗ്രഹങ്ങളുടെ മാരിയടിക്കണമേ ചൊല്ലണം കർത്താവേ. ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് ദൈവകൃപയിൽ നിന്നോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ സൗഖ്യത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ അനേക രോഗങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പുണ്യങ്ങളുണ്ട് കർത്താവേ. അതൊക്കെയും മാറി നിന്നെ ആത്മത്തിൽ ആത്മാവിലും ആരാധിപ്പാൻ ഏഴകളെ രാത്രി പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാനിന്റെ പ്രയാസനെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അവിടുത്തെ വചനത്താല് കർത്താവ് ഏത് വചനത്താൽ അത് എഴുതിയോ അതിപ്രകാരം പ്രശ്നിപ്പാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന നല്ല താലന്തുകൾക്കായിട്ട് നിന്നെ സ്തുതിക്കട്ടെ കർത്താവേ. കൊടുത്തിരിക്കുന്ന വിശ്വസ്തക്കായിട്ട് നിന്നെ സ്തുതിക്കട്ടെ കർത്താവേ. ദൈവത്തെ രുചിച്ചറിയുവാന് കൊടുത്ത നല്ല താലന്തുകൾക്കായിട്ട് വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ രാത്രി അത്ഭുതമായൊരു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സർവ്വതും പൊന്നേശ്വരന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥനയോടെ ഇരിക്കാം. നമുക്ക് സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളിൽ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവ വചനത്തിന് മുമ്പാകെ നാം അല്പസമയം ചെലവിടുവാൻ പോവുകയാണ്. ചില മാസങ്ങളായുള്ള കാത്തിരിപ്പ് ഡോക്ടർ ജോർജ് ഷൗമേൽ ഒരു പക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ മുൻ പരിചയമുണ്ട്, കേട്ടിട്ടുണ്ട്, നേരത്തെ കണ്ടവരുണ്ട്, കാണാൻ ആഗ്രഹിച്ചവരുണ്ട്. ഇന്ന് രാത്രി ആ ശ്രേഷ്ഠ ദൈവദാസനെ നമുക്കൊന്നിച്ച് കാണുവാൻ, ഒന്നിച്ച് ദൈവവചനം കേൾക്കുവാൻ ഇടയായതിൽ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇവിടെ പ്രിയ സായിച്ചാൻ ഓർപ്പിച്ചതുപോലെ വളരെ നാളുകളായുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഏരിയയിൽ ഒരു കൺവെൻഷൻ, ഇവിടെയുള്ള ദൈവമക്കളുമായി ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ.